ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗൾ ആസ്ട്രോ മീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് നന്ദി. ജാതകവശാലും പ്രശ്നവശാലും ഗ്രഹചാരവശാലും ചിന്തിച്ച് വിദേശയാത്ര നടക്കുമോ, വിദേശയാത്ര കൊണ്ടുള്ള ഗുണദോഷഫലങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും പുതിയതായി ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു വിഷയമാണിത്. വിദേശത്ത് ഉപരിപഠനത്തിനും ജോലിക്കും ബിസിനസ്സിനും വിനോദയാത്രയ്ക്കുമായി ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് ഈശ്വരവിശ്വാസികളായ പലരും ജാതി മതഭേദമന്യേ ജ്യോതിഷികളെ തങ്ങളുടെ ജാതകവുമായി സമീപിച്ച് തങ്ങളുടെ വിദേശയാത്ര നടക്കുമോ, വിദേശത്ത് പോയാൽ രക്ഷപ്പെടാൻ കഴിയുമോ എന്നും മറ്റുമുള്ള ചോദ്യങ്ങളുമായി നിങ്ങളെ സമീപിക്കാറുണ്ട്. ഒരു ജ്യോതിഷി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇക്കാര്യങ്ങളെല്ലാം ശരിയായി ഉത്തരം നൽകാൻ കഴിയണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില ഗ്രഹസ്ഥിതികളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധാപൂർവം നോക്കിക്കാണേണ്ടതുണ്ട്. ഒന്നാമതായി ജാതകത്തിലെ ഗ്രഹസ്ഥിതി, രണ്ടാമതായി ഗ്രഹചാരവശാലുള്ള സ്ഥിതി, മൂന്നാമതായി ഈ വിഷയത്തെക്കുറിച്ച് താൽക്കാലിക പ്രശ്നചിന്ത. ഈ 3 കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധാപൂർവം വിശകലനം ചെയ്ത് കൈകാര്യം ചെയ്താൽ വിദേശയാത്രയെക്കുറിച്ചുള്ള കൃത്യമായ ഫലപ്രവചനം നിങ്ങൾക്ക് നൽകാൻ കഴിയും. ഗ്രഹഭാവങ്ങൾ, രാശികൾ, ഗ്രഹസ്ഥിതിയും ഗ്രഹകാരകത്വവും എന്നിവ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഗ്രഹങ്ങളിൽ തന്നെ വേഗത കുറഞ്ഞ ഗ്രഹങ്ങളും വേഗത കൂടിയ ഗ്രഹങ്ങളും അവയിൽ തന്നെ പാപന്മാരും ശുഭന്മാരും ചരരാശികളും സ്ഥിരരാശികളും ഉഭയരാശികളും ശത്രുക്കളും മിത്രങ്ങളും സമന്മാരുമൊക്കെ ഉണ്ട്. നൈസർഗിക സ്വഭാവമനുസരിച്ച് ജാതകൻ്റെ വിദേശയാത്ര സഫലമാകുകയോ കാലതാമസം വരികയോ തടസ്സപ്പെടുകയോ ചെയ്തേക്കാം. അവയെക്കൂടി ശ്രദ്ധാപൂർവം തിരിച്ച് വിശകലനം ചെയ്തു വേണം ഈ വിഷയത്തിലേക്ക് കടക്കാൻ. വിദേശയാത്രയെ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മിക്ക ഗ്രഹങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ വേഗത കൂടിയ ഗ്രഹങ്ങളായ ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശുക്രൻ എന്നിവയ്ക്ക് പ്രത്യേക സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ രാഹുവും വിദേശബന്ധം കാണിക്കുന്ന ഗ്രഹമാണ്. എന്നാൽ ഇതിൽ തന്നെ പാപഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും ഗ്രഹസ്ഥിതിയിലെ സ്ഥിതിയനുസരിച്ച് പാപഫലങ്ങളും ശുഭഫലങ്ങളും പ്രദാനം ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇനി വിദേശയാത്രാ വിഷയത്തിൽ ഗ്രഹങ്ങളുടെ ഭാവങ്ങളും രാശികളുമായി എങ്ങനെ ജാതകത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നോക്കാം. ജാതകത്തിൽ 9, 7, 12 ഭാവങ്ങൾക്കും ഭാവാധിപന്മാർക്കും നല്ല ബലമുണ്ടെങ്കിൽ വിദേശയാത്ര സംബന്ധമായി നല്ല ഫലങ്ങളുണ്ടാകും. ലഗ്നാധിപനോ 9ാം ഭാവാധിപനോ ചരരാശിയിൽ നിൽക്കുകയും ചന്ദ്രൻ, രവി, ബുധൻ, ശുക്രൻ എന്നിവർ ചരരാശിയിൽ നിൽക്കുകയും ചെയ്താൽ വിദേശയാത്രയോഗം ഉണ്ടെന്ന് പറയാം. ചരരാശിയിൽ 7ാം ഭാവാധിപതിയും 10ാം ഭാവാധിപതിയും യോഗം ചെയ്തുവെങ്കിൽ ആ വ്യക്തിക്ക് വിദേശത്ത് പോകാൻ കഴിയും എന്ന് മാത്രമല്ല അവിടെ വിജയവും പ്രശസ്തിയും നേടാനും കഴിയും. 4ാം ഭാവത്തിനും ഭാവാധിപതിക്കും 12ാം ഭാവവും ഭാവാധിപതിയുമായി ബന്ധം വന്നാൽ ജാതകന് വളരെയധികം വർഷം വിദേശത്ത് വസിക്കാൻ യോഗമുണ്ടാകും. 4ാം ഭാവത്തിനും ഭാവാധിപതിക്കും 9ാം ഭാവമായോ ഭാവാധിപതിയായോ ബന്ധം വരികയും ബുധനോ ഗുരുവോ ഈ ഭാവങ്ങളുമായി ബന്ധം വരികയോ ചെയ്താൽ ജാതകൻ വിദേശത്ത് പ്രശസ്ത നിലയിൽ ഉന്നത പഠനത്തിൽ വിജയം കൈവരിക്കുകയും അവിടെ തന്നെ ഉന്നത പദവിയിലുള്ള ജോലി നേടുകയും ചെയ്യും. ശനി 9ാം ഭാവാധിപതിയുമായി 3ാം ഭാവത്തിൽ നിന്നാൽ വിദേശത്ത് സകലവിധ ഭാഗ്യാഭിവൃദ്ധിയോടെ ദീർഘകാലമോ സ്ഥിരമായോ വസിക്കാൻ യോഗമുണ്ടാകും. കുജൻ 9ാം ഭാവാധിപനുമായി യോഗം ചെയ്ത് 4ാം ഭാവത്തിൽ നിന്നാൽ ജാതകന് വിദേശത്ത് സ്വന്തമായി ഗ്രഹവും സ്വത്തുവകകളും ഉണ്ടാകും. ബുധൻ വിദേശയാത്രയുടെ കാരകനാണ്. കാരകഗ്രഹങ്ങൾക്കും ഭാവങ്ങൾക്കും 11ാം ഭാവവുമായി ബന്ധമുണ്ടായാൽ വിദ്യാഭ്യാസം, ഗവേഷണം, സാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി വിദേശയാത്രയോഗം ഉണ്ടാകും. 6ഉം 9ഉം ഭാവാധിപതികൾക്ക് ആദിത്യനുമായി ബന്ധം വന്നാൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശയാത്ര വേണ്ടിവരും. 5, 7, 9 ഭാവാധിപന്മാർക്ക് ശുക്രനുമായി ബന്ധം വന്നാൽ വിനോദയാത്രയ്ക്കോ അല്ലെങ്കിൽ വിവാഹാനന്തരം മധുവിധു ആഘോഷിക്കാനോ വിദേശയാത്രയ്ക്ക് യോഗമുണ്ടാകും. 12ാം ഭാവാധിപതി ഗുരു, ശനി എന്നിവർ ബലവാന്മാരായി
പരസ്പരം ബന്ധപ്പെട്ടു വന്നാൽ ആത്മീയ കാര്യങ്ങൾക്കോ മതപരമായ കാര്യങ്ങൾക്കോ ആയി വിദേശയാത്രായോഗമുണ്ടാകും. ശുക്രനും ശനിയും 10, 11 ഭാവാധിപന്മാരുമായി ബന്ധപ്പെട്ടു വന്നാൽ സിനിമാ സംബന്ധമായ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള കലാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വിദേശയാത്രായോഗമുണ്ടാകും. ശനി, രാഹു ഇവർക്ക് 2, 4 ഭാവങ്ങളുമായി ബന്ധമുണ്ടായാൽ അവർ പിന്നീട് വിദേശത്തു നിന്നും തിരികെ വരാൻ സാധ്യതയുണ്ടാവില്ല. ശനി, രാഹു എന്നിവർ വേർപാടിൻ്റെ കാരകന്മാരാണ്. അതിനാൽ ജാതകൻ വിദേശത്തു തന്നെ സ്ഥിരമായി വസിക്കും. ലഗ്നം 5, 9, 12 എന്നീ ഭാവങ്ങൾക്ക് പാപബന്ധം വന്നാൽ വിദേശത്ത് നീചപ്രവൃത്തികളിൽ കൂടി ധാരാളം ധനം സമ്പാദിക്കും. ലഗ്നാധിപതി 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചൊവ്വയും ചന്ദ്രനും പാപരാശിയിൽ യോഗം ചെയ്താൽ ജാതകന് വിദേശവാസയോഗം ഉണ്ടാകുമെങ്കിലും വിദേശത്ത് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യവും ഉണ്ടാവും. മേൽപ്പറഞ്ഞ ഗ്രഹസ്ഥിതി പരിശോധനയോടൊപ്പം തന്നെ താൽക്കാലിക പ്രശ്നാരൂഢം കൂടി ചിന്തിച്ച് വിദേശയാത്രാ ഫലം കൂടുതൽ തൃപ്തി വരുത്തണം. പ്രശ്നാരൂഢം എടുക്കുമ്പോൾ സ്ഥിരരാശി ആരൂഢമായി വന്നാൽ വിദേശയാത്രായോഗം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നോ ബുദ്ധിമുട്ടാണെന്നോ നിശ്ചയിക്കാം. എന്നാൽ പ്രശ്നാരൂഢം ശരരാശിയായാൽ വിദേശയാത്രായോഗം ഉണ്ടെന്ന് തീർച്ച പറയാം. പ്രശ്നാരൂഢം ഉഭയരാശി ലഗ്നമായി വന്നാൽ വിദേശയാത്ര ഉടൻ ഉണ്ടാകില്ലെങ്കിലും ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷം സാധ്യമാകുമെന്ന് പറയാം. ലഗ്നം സ്ഥിരരാശിയായി 5ലും 6ലും പാപഗ്രഹങ്ങൾ നിൽക്കുകയും പാപദൃഷ്ടി ലഗ്നത്തിൽ ഉണ്ടാകുകയും ചെയ്താൽ വിദേശയാത്രായോഗം ഉണ്ടാകില്ലെന്ന് പറയാം. എന്നാൽ ലഗ്നം ചരരാശിയായി വന്നാൽ വിദേശയാത്രായോഗം ഉണ്ടെന്നും പറയാം. പ്രശ്നലഗ്നത്തിൻ്റെ 3, 6, 11 എന്നീ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ വിദേശയാത്രയ്ക്ക് തടസ്സമുണ്ടാകുമെന്നും 4ൽ പാപഗ്രഹങ്ങൾ നിന്നാൽ വിദേശയാത്ര കൊണ്ട് കാര്യമായ ഗുണമോ കാര്യസാധ്യതയോ ഇല്ലാതെ തിരികെ പോരേണ്ടി വരുമെന്നും പറയാം. എന്നാൽ ശുഭഗ്രഹങ്ങൾ കേന്ദ്രസ്ഥാനത്തു നിന്നാൽ യാത്ര കൊണ്ട് വളരെയേറെ നേട്ടങ്ങൾ കൈവരിക്കാനും കഴിയും. 10ാം ഭാവാധിപനും ലഗ്നാധിപനും ചേർന്ന് ലഗ്നത്തിലോ 10ാം ഭാവത്തിലോ നിന്നാൽ വിദേശയാത്ര കൊണ്ട് വളരെയധികം വിജയം കൈവരിക്കാൻ കഴിയും. അതുപോലെ തന്നെ 2ാം ഭാവം സ്ഥിരരാശിയായാൽ ജാതകന് വിദേശവാസം കൊണ്ട് സുഖവും സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാകും എന്നും പറയാം. ലഗ്നം ചരരാശിയാവുകയും ചന്ദ്രന് സ്ഥിരരാശിസ്ഥിതി വരികയും ശുഭഗ്രഹങ്ങളുടെ യോഗവും ദൃഷ്ടിയും ഉണ്ടാവുകയും ചെയ്താൽ വിദേശയാത്ര കൊണ്ട് വളരെയധികം ഗുണങ്ങൾ കൈവരിക്കാൻ കഴിയും. എന്നാൽ 7ൽ പാപഗ്രഹം നിന്നാൽ യാത്ര കൊണ്ട് കാര്യമായ ഗുണങ്ങൾ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല പല വിഷമങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായും വന്നേക്കാം. സൂര്യൻ, ശനി, ഗുരു, ബുധൻ, ശുക്രൻ എന്നിവയിൽ ഏതെങ്കിലും ഒരു ഗ്രഹം ചരരാശിയിൽ വന്നാൽ യാത്രായോഗമുണ്ടാകും. എന്നാൽ പ്രസ്തുത ഗ്രഹങ്ങൾ വക്രത്തിലാണെങ്കിൽ യാത്ര തടസ്സപ്പെടുകയും ചെയ്യും. പ്രശ്നഗ്രഹസ്ഥിതിയിൽ സൂര്യനോ ബുധനോ വ്യാഴമോ ശുക്രനോ 11ാം ഭാവത്തിൽ വന്നാൽ വിദേശയാത്ര തടസ്സം കൂടാതെ ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പറയാം. പ്രശ്നാരൂഢത്തിൻ്റെ 7ൽ പാപഗ്രഹങ്ങൾ നിന്നാൽ യാത്രാമാർഗെ അല്ലെങ്കിൽ യാത്രാമധ്യേ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രശ്നാരൂഢത്തിൻ്റെ 10ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിന്നാൽ വിദേശത്ത് ജോലിയിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. എന്നാൽ ശുഭദൃഷ്ടി ഉണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറുകയും ഗുണഫലം ഉണ്ടാവുകയും ചെയ്യും. ഇനി ചാരവശാൽ നോക്കുമ്പോൾ ലഗ്നാധിപൻ്റെയും മുഖ്യഭാവാധിപൻ്റെയും ദശാപകാര ചിത്രങ്ങളിൽ ചാരവശാലുള്ള ബന്ധം വരുമ്പോൾ യാത്രായോഗമുണ്ടാവും. ഇങ്ങനെ ജാതകവശാലും പ്രശ്നവശാലും ഗോചരവശാലും ചിന്തിച്ച് കൃത്യമായ ഫലപ്രചനം നടത്താൻ കഴിയും. അതോടൊപ്പം തന്നെ ജ്യോതിഷിയുടെ സ്വസിദ്ധമായ പ്രവചന പാഠവും ഉണ്ടെങ്കിൽ കാര്യമെല്ലാം ശുഭകരമാവും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അകാരണമായ തടസ്സങ്ങൾ നേരിട്ടാൽ ഉത്തമനായ ഒരു ജ്യോതിഷിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പരിഹാരങ്ങൾ നടത്തിയാൽ ഗുണകരമായ ഫലമുണ്ടാകും. ഗുണകരമായ വിദേശയാത്രയ്ക്ക് കുടുംബ പരദേവതാ പ്രീതി അനിവാര്യമാണ്. അതിനാൽ കുടുംബ പരദേവതയെ നിത്യം ഭജിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.